Hello and welcome to another edition of the Migration Stories. This is Balagopal, editor of UK Malayalee.com. I hope you are enjoying our episodes. We already had around 16 episodes and we have been able to have 500 plus subscribers within this short span of time. So I'm thankful to all those subscribers who are following us and all those viewers, those who are watching our episodes and providing us with the support and comments and the feedback. And I'm glad to say that some of our videos are nearing that 5,000 mark. So things are going good for us. So and so much positive energy and vibes which we are getting from our community members. In this particular week, we are bringing to you domestic violence. Domestic violence is something which we have been discussing or which we have been thinking about for some time now, because there has been incidents where our community has been affected in relation to domestic abuse. It becomes more of a complex issue in regards to domestic violence when it comes to the newly arrived. Now, we have got newly arrived students, we got newly arrived carers. What happens when they are affected as a result of domestic violence? So today we have brought Councillor Baiju Thittala, a councillor at the Cambridge City Council, and also he's a defense solicitor in Cambridge. Today he will be discussing with us what actions a migrant can take when things go wrong in your family. Welcome, Baiju, to our Migration Stories. Baiju, ഞാൻ ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അതായത് നമുക്കിപ്പോൾ ഒരുപാട് ന്യൂലി അറൈവ്ഡ് ആയിട്ടുള്ള മൈഗ്രൻസ് ഉണ്ട്. ഇവരെല്ലാം വരുന്ന ഒരു ടോട്ടലി ഡിഫറെന്റ് കൾച്ചറൽ സെറ്റപ്പിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. നമ്മള് ബൈജുവിനെ അറിയുന്ന പോലെ ഇവിടുത്തെ ഡൊമസ്റ്റിക് അബ്യൂസ് നിയമങ്ങൾ വളരെ കർശനമാണ്. എനിക്ക് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ബൈജു, നമ്മളുടെ കേരളത്തിൽ നിന്നും ഇവിടെയുള്ള കുറച്ച് നിയമങ്ങൾ എങ്ങനെയാണ്, അതായത് എത്രത്തോളം ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസ് ഫ്രം കേരള അല്ലെങ്കിൽ ഇന്ത്യ ടു UK അതെങ്ങനെ മാറുന്നു എന്ന് ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു ചേട്ടാ ഫോർ ഹാവിംഗ് മീ ഓൺ ഇൻ ദി ഷോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബ്രിട്ടൻ എന്ന് പറയുന്നത് ഈക്വാലിറ്റിയുടെ ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഈക്വാലിറ്റിയുടെ നോഷൻ പേറുന്ന ഒരു രാജ്യമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോഴും ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അതിന് റിലേറ്റീവ്ലി മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് റിലേറ്റീവ്ലി ബെറ്റർ സിറ്റുവേഷൻ ആണെന്ന് എനിക്ക്, കാരണം വിദ്യാഭ്യാസം കൂടുതലുള്ളത് കൊണ്ടും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ടും ഒക്കെ അതിലൊരു ഡിഫറൻസ് ഉണ്ട്. ഈ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, നമ്മൾ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വരികയും നമ്മൾ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൾച്ചറൽ ഷോക്കോ അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്റെ പല കേസുകളിലും തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് നമുക്ക് കേരളത്തിലെ ശ്വാസം വലിക്കാൻ പറ്റില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് സ്ട്രീഞ്ചന്റ് ആണ്. അതിൽ മറ്റ് വിട്ടുവീഴ്ചകളൊന്നുമില്ല. നീ കുറ്റം ചെയ്തോ എന്നുള്ളത് മാത്രമേ കോടതിക്ക് മുമ്പിലുള്ള ചോദ്യവും. നിങ്ങൾ എന്റെ കക്ഷി സെന്റൻസ് ചെയ്യുമ്പോൾ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ആളാണ്, ഓവർനൈറ്റിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലെടുത്ത് ഇത് ചെയ്യാവൂ എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. കൺട്രോളിംഗ് ആൻഡ് കോയ്സീവ് ബിഹേവിയർ, ഇതിൽ പ്രധാനമായി പറയുന്നത് വിക്ടിമിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒറ്റയ്ക്ക് പബ്ബിൽ പോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മലയാളി അസോസിയേഷന്റെ പരിപാടിക്ക് പോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടി ഒന്ന് കറങ്ങാൻ പോകണം. If you were to stop or restrict that, you're committing the offense. രണ്ടാമത്, അവരുടെ ബേസിക് നീഡ്സ് you cannot deprive. ഇന്റിമേറ്റ് ആകാം, ഇന്റിമസ് ആയ കാര്യങ്ങളാവാം. You cannot even send a notion which would constitute as the denial of your basic needs. മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. സപ്പോസ് വണ്ടിക്കകത്ത് ഇപ്പൊ രണ്ടുപേർക്കും വണ്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വണ്ടിയാണെങ്കിൽ വണ്ടിക്കകത്ത് എന്തെങ്കിലും സിസ്റ്റം വെക്കുക. You can monitor the movement of your partner or your spouse. അത് ഇതിന്റെ പ്രധാന വിഷയം പറഞ്ഞാൽ ഇത് ഡിജിറ്റലാണ്. There would be evidence and evidence will be incriminating. You cannot even send a notion that was not the case. Evidential strength എന്ന് പറയുന്നത് ഗുരുതരമാണ്. ഒരാളെ ഓൺലൈനിലൂടെ ചെക്ക് ചെയ്യുക, മറ്റൊരാളുടെ മൂവ്മെന്റ് ഏത് രീതിയിലും ഏതെങ്കിലും രീതിയിൽ if you were to control or you were to monitor, you're committing this offense. ഒരു മെയിൽ ഡോമിനേറ്റഡ് കമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ വരുന്നത്. ആ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും മെയിൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒരു ആധിപത്യം സ്ഥാപിച്ച് സംസാരിക്കുകയും, അത് ചിലപ്പോൾ ഈ വ്യക്തികൾക്ക് അത് മനസ്സിൽ കാണില്ല അവര് ചെയ്യുന്നത് ഇവിടെ തെറ്റാണെന്ന്. Law of the land will prevail. അതായത് whether
if you were to do something in India or you were to do something in Kerala, it's not a matter for this court. When you go to British കോർട്ടിൽ പോകുമ്പോൾ അവർ നോക്കുന്നത് ഈ നിയമം നിങ്ങൾ ബ്രീച്ച് ചെയ്തിട്ടുണ്ടോ. ഈ ബാലഗോപാൽ പറഞ്ഞത് അതിന്റെ ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ആയിട്ടാണ് നമുക്ക് വെക്കാം. when they going to sentence you. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ എന്റെ കക്ഷി ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നയാളാണ്, അതും കൂടെ കൺസിഡർ ചെയ്ത് മാത്രമേ സെന്റൻസ് ചെയ്യാവുള്ളൂ. That is not a defense. You can only use it as a mitigating circumstances where the sentence can be reduced. The threat to kill, hurt ചെയ്യുക, അവരോട് you don't look good, you look ugly. See, if you take it, നമ്മുടെ counterpart is taking it offensively, then that's a problem. If they were to report it, of course, you're committing the offense. Finance control ചെയ്യുക എന്ന് പറയുന്നത്, സപ്പോസ് സാലറി മുഴുവൻ ഒരാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, എന്റെ അക്കൗണ്ടിലേക്ക് എന്റെ വൈഫിന്റെ സാലറി വരുന്നു, ഞാനാണ് വൈഫിന് പിന്നെ എന്തെങ്കിലുമൊക്കെ വേണേ കൊടുക്കുന്നത്. അങ്ങനത്തെ കേസുകളിൽ ഞാൻ മനസ്സിലാക്കിയത് that is not defense at all. It's everything black and white. You can see X money is going in out. You can see X money is coming out. And you're literally controlling the other person. ഇത് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മൾ വന്ന കാലഘട്ടങ്ങളിലുള്ള ഡയസ്പൊറയൊക്കെ പോലും ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും അറിവില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് അറിയില്ല എന്താണ് സംഭവം. ഹസ്ബൻഡ് അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നു, ഹസ്ബൻഡിനോട് ചോദിക്കുന്നു, അത് ചെയ്തോട്ടെ. അത് ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമാണ്. സ്ത്രീക്ക് ഉണ്ടാവുന്ന പരിരക്ഷ എനിക്ക് തോന്നുന്നു 10 ഇരട്ടി കൂടുതലാണ് ഇന്ത്യയെ കാട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ കൂടുതൽ തന്നെയാണ്, കൂടുതലാണ്. നമുക്കതിനെ ഐ ഡോണ്ട് തിങ്ക്, അതായത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ 10 ഇരട്ടിയൊന്നുമല്ല. ഒരു significant element is completely different than what we see in India. ഇപ്പൊ വന്നിരിക്കുന്ന ഒരുപാട് മൈഗ്രൻസ് ഉണ്ട്, അതായത് കെയറേഴ്സ് ഉണ്ട്, സീനിയർ കെയറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ഒരു ഇന്ററിം വിസ ഹോൾഡേഴ്സ് ആണ്. അപ്പം പല സിറ്റുവേഷൻസിലും ഇവര് ഇതേപോലെ ഒരു ഇന്ററിം ടെമ്പററി വിസയിൽ നിൽക്കുന്ന സമയത്തിന് if they are faced with domestic abuse, എന്തൊക്കെയാണ് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഹെൽപ്പ് ആയിട്ട് കിട്ടുന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും? See, if you don't have to be a victim. If you suspect that you are a victim of sexual like domestic abuse, you will get all rights as opposed to someone who lived in this country for some time or born in this country. No matter whether you have come here as a like for your holidays or you are here on a visiting visa, if you are being subjected or you suspect that you were subjected to be a victim of domestic violence, you will get the utmost protection. അത് അബ്സല്യൂട്ട് ആണ്. അതിന്റെ അകത്ത് നമ്മുടെ വിസ സ്റ്റാറ്റസ് സൂക്ഷിക്കുകയല്ല, നമ്മളുടെ ഈവൻ ഇഫ് യു ആർ ഇല്ലീഗൽ. ചില പോലീസ് സ്റ്റേഷൻ കേസുകളിലൊക്കെ നമുക്കറിയാം ഈ വിസ സ്റ്റാറ്റസ് എന്താ പ്രശ്നമാണ്. ഐ വോണ്ട് ഈവൻ അലൗ ഓഫീസേഴ്സ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. അത് ഇപ്പം എന്നെ തല്ലുണ്ടാക്കിയാ പിടിക്കുന്നെങ്കിൽ തല്ലുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ ചോദിക്കാൻ സമ്മതിക്കൂ. അല്ലാതെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ബൗണ്ടറി ഈ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പം സ്റ്റുഡന്റ് ആകട്ടെ, കെയർ ആകട്ടെ, നേഴ്സ് ആവട്ടെ, ഡോക്ടർ ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, വക്കീലാകട്ടെ, നോ വേ. അവർക്ക് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇഫ് ദേ സസ്പെക്ട് ഇറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ വിക്ടിം സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുക. ഡൊമസ്റ്റിക് അബ്യൂസ് അതിന്റെ ഒരു സീരീസ് ഓഫ് ഏജൻസീസ് ആർ ഔട്ട് ദെയർ. They will help you. They will give you advice. If you don't want to take it to the police route or the prosecution route, like I wouldn't advise that. If you think there is a crime, you must exhaust all avenues. Immediate police തന്നെയാണ്. Incident major ആണെങ്കിൽ you must call police and police will arrest this guy. Whoever, whether it is a male or husband or wife, they will arrest. ആൻഡ് ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസുകളിൽ പോലീസ് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം ഡൊമസ്റ്റിക് വയലൻസ് പെട്ടെന്ന് അഡ്രസ് ചെയ്തില്ല എങ്കിൽ ദർ കുഡ് ബി സീരിയസ് വയലൻസ്. മൊമെന്റ് യു റിപ്പോർട്ട് ഇറ്റ് ടു ദ പോലീസ് വിൽ റെസ്പോണ്ട് ടു യു. പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ. പിന്നെ അവരുടെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അവർക്ക് ഹൗസിംഗും. ഇഫ് വി ഹാവ് സം പ്രോബ്ലം, ഞാൻ തന്നെ ഇടപെട്ട് ചെയ്യുന്ന പോലെ ആസ് എ കൗൺസിലർ തുടച്ചലമായ അവർക്ക് വീട്ടിൽ സ്വാഭാവികമായിട്ട് രണ്ടുപേരും ഒന്ന് ചെയ്യാണ്, വാടക കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് കൗൺസിലിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നോ മാറ്റർ വെദർ യു ഹാവ് എ വർക്ക് പെർമിറ്റ് or whether you have a citizenship or whether you have permanent residency is immaterial. If you are a domestic violence victim, you will get full support from the council. i.e. hardship fund കിട്ടും, housing fund കിട്ടും. There are n number of options available there. Not options, help available there. Irrespective of which visa you are, immediately ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് വിക്ടിം ആണെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ ബന്ധപ്പെടുക, ഉടനെ തന്നെ കൗൺസിലുമായിട്ട് ബന്ധപ്പെടുക. അവർക്ക് ഇതിനുള്ള എല്ലാ പരിരക്ഷയും ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് വിസ ഹോൾഡർ അവർക്ക് ലഭിക്കുന്നതാണ്. ഇല്ല, ചില കേസുകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ചിലപ്പോൾ നമ്മളെ പണ്ട് ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ, അതായത് ചിലപ്പോൾ ഒരു തല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഈ തല്ല് നേരത്തെ തന്നിട്ട് കഴിഞ്ഞാൽ നന്നായി പോയേനെ എന്നുള്ള അങ്ങനെയൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഒറ്റ പോലീസ് ഇന്റർവെൻഷന് ആള് നേരെയാകുന്നു. ഇത് നടക്കില്ല എന്നുള്ളൊരു മെസ്സേജ്
See, what I'm doing is wrong. If I were to continue with this behavior, I will be put behind the bars. എന്നുള്ള ഒരു മെസ്സേജ് ഏതാണ്ട് ഒരു 90%, മോർ ദാൻ 90% ആ വിഷയം അവിടെ സെറ്റിൽ ആകുകയാണ്. അപ്പൊ പോലീസിനെ ഇൻവോൾവ് ചെയ്യുക സ്വാഭാവികമായിട്ടും വിളിക്കും. അവർ ആദ്യം തന്നെ മിനിമം 28 ദിവസത്തേക്ക് ഒരു മാറ്റി നിർത്തി വീട്ടിൽ. കാരണം ഇയാൾ അങ്ങോട്ട് ഇല്ലുമ്പോഴത്തേക്കും ഹൗ ഈസ് ഗോയിങ് റിയാക്ട് ഇസ് അൺപ്രഡിക്റ്റബിൾ. നോട്ട് ഓൺലി ഇൻ അവർ സൊസൈറ്റി, ഇൻ അവർ കമ്മ്യൂണിറ്റി, എല്ലായിടത്തും അത് ബ്ലാങ്കറ്റ് ആണ്. അതുപോലെ DVP എന്ന് പറഞ്ഞാൽ DVP ഇഷ്യൂ ചെയ്യും. അതായത് കോടതി കൊണ്ട് ഓർഡർ ഇടിക്കുക, ഇത്ര ദിവസത്തേക്ക് അവിടെ അടിപ്പിച്ചേക്കരുത്. അതുപോലെ അവർ ബെയിൽ കണ്ടീഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ ഈ ഏരിയയിൽ വരരുതെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അതിനടുത്ത് എവിടെയെങ്കിലും ജോലി ചെയ്താണ് പറയാം, ഓക്കെ ആ സ്ട്രീറ്റിലേക്ക് പോരുന്നു കണ്ടീഷൻ കൊടുക്കും. പല സിറ്റുവേഷൻസിലും നമ്മളുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ പല ആൾക്കാരും പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ പോലീസ് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നതിനാൽ ദേ ഡോണ്ട് വാണ്ട് ടു പ്രസ് ചാർജസ് ആ വിക്ടിമിന്. അവിടുത്തെ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമൊന്നും അല്ല കേട്ടോ, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രശ്നമാണ്. ഇവൻ ഇംഗ്ലീഷുകാരുടെ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചില കേസുകളിലൊക്കെ ഈ വിക്ടിം തന്നെ കോടതിയിലേക്ക് വാക്കിൻ ചെയ്ത് പറയും എനിക്ക് പരാതി വന്നത് കേസ് തുടങ്ങുന്നത്. അല്ല, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും മീഡിയേറ്റർ ഇടപെടുന്നു, വിഷയങ്ങളുടെ ഗൗരവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു, പിന്നെ അവരെടുക്കുന്ന തീരുമാനമാവാം. ആ തീരുമാനത്തിൽ ഇപ്പൊ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. I were to decide that I am not going to proceed with this. That's it. End of the story. If you were to involve someone for help and support, that must be someone who is professionally qualified. ഈ അയലൊക്കത്തെ ചേട്ടനെ അപ്പുറത്തെ ചേട്ടനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. എസ്പെഷ്യലി നമ്മുടെ അത് പറയുമ്പോൾ അച്ഛന്മാർക്ക് തന്നെ ഇഷ്ടമല്ല. അച്ഛന്മാരെ ഒരു കാരണവശാലും, കാരണം ഞാൻ അവരെ കുറ്റം പറയല്ല, അവരെ തെറ്റ് പറയല്ല, അവർക്ക് അറിയില്ല. അവർക്ക് ഇന്ത്യയിലെ കൾച്ചർ അറിയാവുള്ളൂ, അല്ലെ കേരളത്തിലെ കൾച്ചർ അറിയാവുള്ളൂ. അവർ അതിൽ എക്സ്പീരിയൻസ്ഡ് അല്ല. അങ്ങനെ പോയി ചെന്ന് പെട്ടുപോയ അച്ഛന്മാരെ പോലും എനിക്കറിയാം. അതായത് അവസാനം അവർക്ക് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്ത് പോലീസ്. അംജിത് മലയാൻ എപ്പോഴും പറയാറുള്ള പോലെ, do not waste your brain on things which you don't understand. ഇനി നമുക്കിപ്പോ 2 types of migrants ഉണ്ട്. ഒന്ന് the main applicant or main person who holds the main visa. മറ്റേത് ഡിപെൻഡന്റ്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അതായത് I am a victim of domestic abuse. I have reported him. പക്ഷേ അവനെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവനെ എന്താണ് പറയുന്നത്, ഇവിടുന്ന് മാറ്റണം. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട് അല്ലേ? കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിക്ടിം പറയുന്നു, എനിക്കിപ്പോ എന്റെ ഡിപെൻഡന്റ് ആയിട്ട് വന്നതാണ് എന്റെ ഹസ്ബൻഡ്, എനിക്ക് I want him to go back. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ലീഗൽ എവിടെയാണ് അവർ നിൽക്കുന്നത് ഈ രണ്ടുപേരും? അതായത് victim is the main person and അതായത് the perpetrator is the dependent. ഇല്ല, പെർപെട്രേറ്റർ ഡിപെൻഡന്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇഫ് യു ഹാവ് റിപ്പോർട്ടഡ് ദിസ് ടു ദ പോലീസ് ആൻഡ് റൈറ്റ് ടു ഹോം ഓഫീസ് and say I am withdrawing the sponsorship, I have no responsibility of this guy, end of the story. Then the ball is on their court. And at the same time, more likely than not, അതിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ പോലീസ് ഇൻവോൾവ് ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും പോലീസ് ആളുകൾ അവിടുന്ന് മാറ്റി, യു ഹാവ് ടു ലീവ് ദ പ്രോപ്പർട്ടി, യു ഹാവ് ടു ലീവ് ദ ഏരിയ എന്ന് പറഞ്ഞവരെ മാറ്റിയിട്ടുണ്ടാവും. അതെ. പിന്നെ അതായത് ഇതിന് വേറൊരു വലിയ അപകടകരമായ അവസ്ഥയുള്ളത്, ഈ ആള് ബെയിലായിരിക്കും. ഈ ബെയിലിൽ ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. പിന്നെ അതിനകത്ത് ബ്രീച്ചാണ്. പിന്നെ അവർക്ക് ഇവന് ട്രസ്റ്റ് ഇല്ല. ദിസ് ഗൈ വിൽ റിപ്പീറ്റ് ദ സെയിം, സോ വി ആർ കീപ്പിംഗ് ഹിം ഇൻ. അപ്പൊ ഈ എൻഡ് ഓഫ് ദി ഡേ അവന്റെ ഈ ഡിപെൻഡന്റ് ആയിട്ട് വന്ന ലീഗൽ റൈറ്റ്സ് ടു സ്റ്റേ ഇൻ ദി UK has been curtailed and he has to go back, ഇല്ലേ? Yeah, you see, that is a decision by the Home Office. By the Home Office on it all. The moment, see, whether he might go through some other route, maybe student route, or he will find some alternate way. That's his cup of tea, nothing to do with you. These are all on a case-by-case basis, on how, because this is a case now, isn't it? So nothing has been decided. So until it has been decided, the Home Office can't make a final decision. No. See, no. If I am the sponsor, I am bringing you here, and then you have behaved in a way in which where I lost my trust and faith in you, you go back. You can write to the Home Office, look, I had enough. I'm not prepared to buy anymore. End of it. I'm just withdrawing my sponsorship. Now this is your baby. You look after it. But what you do, that's up to you. Okay. Then the call is from the the burden is shifting to the Home Office. Home Office, okay. അതേ സിനാറിയോ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് തിരിച്ചിട്ടാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഡിപെൻഡന്റ് ഇസ് ദ വിക്ടിം, അങ്ങനെയാണെങ്കിലോ? ഡിപെൻഡന്റ് ഇസ് ദ വിക്ടിം. ഇൻ ദാറ്റ് കേസ് ദേ ഹാവ് അബ്സല്യൂട്ട്, അതായത് വിക്ടിം ഡൊമസ്റ്റിക് വയലൻസ് ഒരു റൂട്ട് ഉണ്ട്. അതെ. They can make an application to the Home Office. They can make an application to the Home Office. On that basis, they have a route. They will write to the Home Office, and their welfare officer will write to the Home Office. Look, this is a situation, and they can explore other avenues where they can legalize in this country. Especially കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ
ഒക്കെ വെച്ച് they can still they can still legally remain. Thank you, Baiju, for coming and being part of the migration stories and explaining to us about the domestic abuse and what the rights are for the newly arrived. It was a pleasure having you on our channel. Thank you very much. Thank you very much. I appreciate the time and the topic which you have selected, which will really help our community. This brings an end to another edition of the Migration Stories. Until we meet next week, Sunday, with another issue that matters to the migrant community, it is goodbye from me, Balagopal, signing off. Thank you. Please do not forget to subscribe our YouTube channel. Thank you.